പി വി അൻവറിന് യു ഡി എഫ് വാതിൽ തുറക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്, അഥവാ വാതിൽ തുറക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ വളരെ ബുദ്ധിപരമായ നീക്കങ്ങളാണ് അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അയോഗ്യത വരാൻ സാധ്യതയുണ്ടെന്ന് മുന്നിൽ കണ്ട് രാജിവെക്കുന്നു. ഒപ്പം തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നിരുപാധിക പിന്തുണ യു ഡി എഫിന് പ്രഖ്യാപിക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായിട്ടാണല്ലോ അദ്ദേഹം അവസാനം കൊമ്പ് കോർത്തിരുന്നത്. ഒരു പക്ഷേ യു ഡി എഫിലേക്കുള്ള അൻവറിൻ്റെ പ്രവേശനത്തിന് തടയിടാൻ സാധ്യതയുള്ള ഒരാളായി നമ്മൾ കണ്ടത് വി ഡി സതീശനായിരുന്നു. വി ഡി സതീശനോട് വി ഡി സതീശനെതിരായിട്ട് ഉയർത്തിയ ആരോപണങ്ങൾ അത് അദ്ദേഹം പി ശശിയുടെ തലയിൽ കെട്ടിവെച്ച് നിരുപാധികം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ മാപ്പ് വി ഡി സതീശൻ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് യു ഡി എഫ് ഒരു പക്ഷേ അൻവറിനെ സ്വീകരിച്ചേക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്? അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, യു ഡി എഫ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറയാനിരിക്കുന്ന രാഷ്ട്രീയവും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിങ്ങും ചാമ്പ്യൻ ചെയ്യുന്ന ഒരാളായിട്ട് ഇപ്പോൾ അൻവർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം നോക്കൂ, ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ്? മുസ്ലിം സമുദായത്തെ തീവ്രവാദികളായി ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് CPM വന്നിരിക്കുന്നു എന്നുള്ളതാണ്. 2024 പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പും 2024 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷവും CPMന് ന്യൂനപക്ഷങ്ങളോട്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തോടുള്ള സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. ആ വിഭാഗത്തിൽ തീവ്രവാദ വിഭാഗങ്ങൾ ശക്തിപ്പെടുന്നുവെന്നും ഒരർത്ഥത്തിൽ ആ വിഭാഗങ്ങളുടെ, ആ തീവ്രവാദി വിഭാഗങ്ങളുടെ സ്വാധീനത്തിലാണ് ലീഗ് പോലും എന്നും വളരെ പരസ്യമായി തന്നെ അതിൻ്റെ നേതാക്കൾ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ അപകടകരമാണ് ന്യൂനപക്ഷ വർഗീയതയെന്നും ആ നേതാക്കൾ പറയുന്നു. ഇപ്പോൾ വിജയരാഘവൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന, വയനാട്ടിൽ നിന്ന് തീവ്രവാദികളുടെ വോട്ട് നേടിയാണ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചത് എന്നടക്കമുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഹിന്ദു പത്രത്തിന് പിണറായി വിജയൻ നൽകിയിട്ടുള്ള അഭിമുഖവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ വളരെ നാളുകളായിട്ട് പി വി അൻവർ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിനെതിരായി മാറിയിരിക്കുന്നു. അഥവാ CPMന് അതിൻ്റെ ഭൂരിപക്ഷ വോട്ട് ബാങ്കിൽ ഉണ്ടായിട്ടുള്ള ചോർച്ചകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് CPM മാറിയിരിക്കുന്നുവെന്നും അതുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരായ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് തങ്ങളുടെ ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെ സംരക്ഷിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും ഇപ്പോൾ അവർ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന് എതിരാണ് എന്നുമുള്ള ഒരു രാഷ്ട്രീയ ആശയത്തെ മുസ്ലിം സമുദായത്തിനകത്ത് കഴിഞ്ഞ ഏതാനും നാളുകളായി പ്രചരിപ്പിക്കുന്നതിൽ അൻവർ ഒരു വലിയ റോൾ വഹിക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ UDF 2026 മുസ്ലിം വിഭാഗത്തെ കൂട്ടത്തിൽ നിർത്താൻ നന്നായി പണിയെടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. 2016 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയൊരു വിഭാഗം മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ വോട്ട് ചെയ്തത് ഇടതുപക്ഷത്തിനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്കൊരു വലിയ വിജയം നേടാനും കഴിഞ്ഞത്. അപ്പോൾ ആ വിഭാഗത്തിൻ്റെ ചേരിമാറ്റത്തെ പരിഹരിക്കാതെ UDFന് 2026 അധികാരത്തിൽ വരാൻ കഴിയില്ല. അതുകൊണ്ട് ആ വിഭാഗത്തെ കൂട്ടത്തിൽ നിർത്താനാണ് UDF ശ്രമിക്കുന്നത് എങ്കിൽ ആ ശ്രമത്തിന് മുന്നേ സഞ്ചരിക്കുന്നയാളാണ് ഇപ്പോൾ പി വി അൻവർ. മലബാറിൽ പ്രത്യേകിച്ച് വലിയ രീതിയിൽ ഈ മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് വരുത്തി തീർക്കാൻ CPM ശ്രമിക്കുന്നു എന്നുള്ള പ്രചാരണം ശക്തിപ്പെടുത്തുന്നുണ്ട്. ആ അർത്ഥത്തിൽ UDFൻ്റെ 2026 രാഷ്ട്രീയ തന്ത്രത്തെ 2025 തന്നെ ചാമ്പ്യൻ ചെയ്യുന്ന ഒരാളായിട്ട് പി വി അൻവർ മാറിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പ്രശ്നം പിണറായിസം എന്നുള്ള വാക്കാണ്. പിണറായിസം എന്നുള്ള വാക്കുകളിലൂടെ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇന്ന് നമ്മൾ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ പിണറായിസം എന്ന് പറയുന്നതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, പിണറായി ഒരു ഏകാധിപതിയായി പാർട്ടിയിൽ മാറിയിരിക്കുന്നു. പാർട്ടിയിൽ മാത്രമല്ല, സർക്കാരിലും മാറിയിരിക്കുന്നു. ഒരു മന്ത്രി പോലും ഫയൽ കാണുന്നില്ല. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പിണറായിയാണ്. പിണറായിക്ക് താല്പര്യമുള്ളവർ മാത്രം നേതൃത്വത്തിൽ വരികയും നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് CPM മാറിയിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. 2026 തെരഞ്ഞെടുപ്പിൽ പിണറായിയാണ് നേരിടേണ്ടത്. UDFനെ സംബന്ധിച്ചിടത്തോളം പിണറായിയുമായിട്ടാണ് ആ ഫൈറ്റ് വരുന്നത്. ആ ഫൈറ്റിൽ UDFൽ നിന്നുകൊണ്ട് ഈ രീതിയിൽ ആരെങ്കിലുമൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിണറായിയുടെ ആശയങ്ങൾക്കെതിരായിട്ട് സംസാരിക്കും, CPMനെതിരായിട്ട് സംസാരിക്കും. പക്ഷേ പിണറായിയെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് UDFൻ്റെ നേതാക്കൾ ആരും പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു രീതി രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നില്ല. പക്ഷേ പി വി അൻവർ അത് ഉന്നയിക്കാൻ കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിണറായിക്കെതിരായിട്ട്, പിണറായിസത്തിനെതിരായിട്ട്, പിണറായിയുടെ ഏകാധിപത്യത്തിനെതിരായിട്ട് ഈ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു നേതാവ് ഉണ്ടാകുമല്ലോ. ആ ഉണ്ടാകണമെന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയും UDFലേക്കുള്ള അൻവറിൻ്റെ ഒരു വരവിനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ വിഷയമാണ്. ആ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കുറച്ച് നാളുകളായിട്ട് പി വി അൻവർ പറയുന്നുണ്ട്, ഈ പറയുന്ന വനമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്രിസ്ത്യൻ സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. അതാണ് UDFനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തേണ്ടി വരുന്ന രണ്ടാമത്തെ മേഖല. അതാണ് മുസ്ലിങ്ങളെ കൊണ്ടുവരണം, ഒപ്പം തന്നെ ക്രിസ്ത്യൻ സമുദായത്തെയും കൂട്ടത്തിൽ നിർത്താതെ 2026 UDFന് അധികാരം പിടിക്കാൻ
കേരളത്തിൽ കഴിയില്ല. ആ സമുദായത്തെ എങ്ങനെ കൂട്ടത്തിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് UDF ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇന്നലെ ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ ലത്തീൻ കത്തോലിക്ക സഭയുടെ റീജിയണൽ കമ്മിറ്റി കൂടിയില്ലേ? ആ റീജിയണൽ കമ്മിറ്റി കൂടിയപ്പോൾ എന്താണ് നെയ്യാറ്റിൻകരയിൽ വെച്ച് കൂടിയ ആ സമ്മേളനത്തിനകത്ത് കോഴിക്കോട് രൂപതയുടെ ബിഷപ്പായിട്ടുള്ള വർഗീസ് ചക്കാലക്കൽ പിതാവ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ വനനിയമ ബില്ലുമായി പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് സമദൂരം പാലിക്കാൻ കഴിയില്ല, ആ നിലപാട് മാറ്റേണ്ടി വരും എന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണല്ലോ മുതലപ്പൊഴി പ്രശ്നം, മുനമ്പം പ്രശ്നം, ഇതടക്കമുള്ള പ്രശ്നങ്ങൾ കൂടാതെ ഈ പറയുന്ന ദളിത് ക്രൈസ്തവരെ തമിഴ്നാട്ടിലെ സർക്കാർ ചെയ്തതുപോലെ റിസർവേഷൻ്റെ പരിധിയിൽ കൊണ്ടുവരാനുള്ള നീക്കം നടത്തണമെന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ലത്തീൻ സഭ ഇപ്പോൾ ഈ സർക്കാരിന് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മുതലപ്പൊഴിയിലെ മരണങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങൾ, മുനമ്പത്തെ റവന്യൂ അവകാശത്തിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വനനിയമത്തിൻ്റെ പ്രശ്നം, ഇക്കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് പറയുന്ന ലത്തീൻ സഭ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു: ഇനി സമദൂരം എന്ന് പറയുന്ന ഒരു പരിപാടി വേണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആലോചിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം സഭകൾ തിരിയുകയാണ് ആ അർത്ഥത്തിൽ. ഇനിയിപ്പോൾ ക്ലിമിസ് ബാവയുടെ പിന്നെ ലീഗ് തങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ നിസ്സാരമായി നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി ബിഷപ്പാണെങ്കിലും മാനന്തവാടി ബിഷപ്പാണെങ്കിലും തലശ്ശേരി ബിഷപ്പാണെങ്കിലും ഒക്കെ സർക്കാരിനെതിരെ പരസ്യമായി രംഗത്ത് വന്ന് നമുക്കൊക്കെ ബൈറ്റ് തന്നിട്ടുള്ള ആളുകളാണ്. അവർ വലിയ പ്രതിഷേധ സമരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. വനനിയമ ഭേദഗതി ബില്ല് നടപ്പാക്കാൻ ശ്രമിച്ചാൽ ഈ പറയുന്ന മലയോര മേഖലകളിൽ താമസിക്കുന്ന മനുഷ്യരുടെ പ്രതിഷേധം എന്ന് പറയുന്ന ഒരു ചെറിയ വിഷയമായിരിക്കത്തില്ല. അവിടെ അത് ക്രിസ്ത്യൻ ഭൂരിപക്ഷം മേഖലയാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ അൻവർ പറയുന്നൊരു കണക്കുണ്ട്, മലബാറിൽ മാത്രം 70 നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായകമാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ വിഭാഗത്തെ കൂടെ കൂട്ടത്തിൽ നിർത്താനായിട്ട് ശ്രമിക്കുന്നു അൻവർ എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, എന്താണ് UDF 2026 നടത്താൻ പോകുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ്, അവർ പറയാൻ പോകുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ ഇപ്പോൾ തന്നെ അവതരിപ്പിക്കുന്ന ഒരാളായിട്ട്, മുന്നേ സഞ്ചരിക്കുന്ന ഒരാളായിട്ട് അൻവർ മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവറിനെ ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് UDF വരും എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഇന്നിപ്പോൾ ഇന്ന് അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ VS ജോയിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പറയുന്നു. ഞാനത് വളരെ ഗൗരവത്തോടെ കാണുന്നില്ല. യഥാർത്ഥത്തിൽ PV അൻവർ ഈ വാർത്താ സമ്മേളനത്തിലൂടെ ചെയ്ത ഒരു പരിപാടി എന്ന് പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ വെട്ടി എന്നുള്ളതാണ്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ സാധ്യതയെ വെട്ടിക്കൊണ്ടാണ് അൻവർ VS ജോയിയുടെ പേര് അവതരിപ്പിക്കുന്നുണ്ട്. അതത്ര ഗൗരവതരമായിട്ടാണോ അൻവർ അവതരിപ്പിച്ചതെന്ന കാര്യത്തിനകത്തും എനിക്ക് സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആര്യാടൻ ഷൗക്കത്താണല്ലോ അവിടെ പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് UDFൻ്റെത്. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനോട് ലീഗിന് വലിയ യോജിപ്പൊന്നുമില്ല. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ വെട്ടുക എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ ഈ വാർത്താ സമ്മേളനത്തിൽ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിന് പകരം VS ജോയിയുടെ പേര് വയ്ക്കുന്നു. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കോൺഗ്രസ് അത്തരത്തിലൊരു നീക്കം നടത്തുമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ UDFിലേക്ക് അൻവർ വരികയാണെങ്കിൽ നമുക്കറിയുന്ന പോലെ അൻവർ രാജിവെച്ചിരിക്കുന്ന സ്ഥിതിക്ക് 1.5 വർഷം കൂടി ഉണ്ടല്ലോ ഈ നിയമസഭയുടെ കാലാവധി എന്ന് പറയുന്നത്. 6 മാസം കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ്, അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കണം. അങ്ങനെ നടക്കുകയാണെങ്കിൽ ഒരു സാഹചര്യം വന്നാൽ ഞാൻ വിചാരിക്കുന്ന PV അൻവർ തന്നെയായിരിക്കും നിലമ്പൂരിൽ സ്ഥാനാർത്ഥി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് പലതരത്തിലുള്ള ഈ പറയുന്ന അന്തപ്പുര ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് ചില പിന്നെ ചർച്ചകൾ ഇടതുപക്ഷവുമായി നടത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് നേരെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയേണ്ട. നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ അവിടെ അവർക്ക് ബെറ്റ് ചെയ്യാമല്ലോ. അവർക്ക് അവിടെ നഷ്ടപ്പെടാനില്ലല്ലോ. അത് അവരുടെ നിലനിൽക്കുന്ന സീറ്റൊന്നുമല്ല, അത് എക്സിസ്റ്റിംഗ് സീറ്റല്ല. അപ്പോൾ അവർക്ക് അവിടെ ബെറ്റ് ചെയ്യാം. ഇപ്പോൾ കുഞ്ഞാലിയുടെ മരണത്തിൻ്റെ പ്രതിയായിരുന്നു ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്നുണ്ടല്ലോ. ആ കുഞ്ഞാലിയുടെ മരണത്തിൻ്റെ പ്രതിയായ ആര്യാടൻ മുഹമ്മദിനെ LDF മത്സരിപ്പിച്ചിട്ടുണ്ടല്ലോ. LDFിലേക്ക് മാറിയ സമയത്ത് നിലമ്പൂർ മത്സരിപ്പിച്ചിട്ടുണ്ടല്ലോ. അന്ന് അവിടെ ആരായിരുന്നു എതിർ സ്ഥാനാർത്ഥി? മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. അപ്പോൾ പിന്നെ ആര്യാടൻ ഷൗക്കത്ത് അങ്ങോട്ട് പോകുന്നതിനകത്തൊരു തടസ്സമില്ല. പാലക്കാട് നമ്മൾ കണ്ടല്ലേ, രാത്രിക്ക് രാത്രി പീസറിൻ അപ്പുറത്തോട്ട് മാറുന്നു. ഇതൊക്കെ സാധ്യതകളാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ പറയുക, സാധ്യതകളുടെ കല എന്ന് പറയുന്നത് പോലെ ഒട്ടേറെ മാറ്റങ്ങൾക്കൊക്കെ ഇനി വരും ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കും. ഞാൻ പറയുന്നത് UDFിൻ്റെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള രാഷ്ട്രീയ മുദ്രാവാക്യവും അതിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗും ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെന്നിരിക്കും. അക്കാര്യത്തിൽ ഒരു റോൾ വഹിക്കാൻ അയാൾ എടുക്കുന്ന മുൻകൈയും ഒരു പക്ഷേ UDFിനെ PV അൻവറിനെ ഉൾക്കൊള്ളാനുള്ള സമ്മർദ്ദത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. അതിനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്ന PV അൻവർ ഭാവിയിൽ, അതായത് തൊട്ടടുത്ത മാസങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ UDFിൻ്റെ പിന്തുണയോടുകൂടി തന്നെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാഹചര്യത്തെ ഞാൻ കാണുന്നു. ഈ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം, രാജ്യസഭാ അംഗത്വം എന്നൊന്നും പറയുന്നതിനകത്തൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതായാലും അതിനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി UDF വാതിൽ തുറക്കും എന്ന് തന്നെയാണ്. Meet the editors.